ഗായ്സ്, വെൽക്കം ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് കൃപാസനത്തിലേക്ക് പോകാനാണ്. അപ്പോൾ കൃപാസനത്തെ പറ്റി പറയുവാണെങ്കിൽ 2007 ഡിസംബർ 7 മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൃപാസനം. അതുമാത്രമല്ല, ഇവിടെ കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കൃപാസനത്തിൻ്റെ ഒരു പഴയ കിണറാണ്. ഈ കിണറിൽ ധാരാളം വെള്ളമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാവരും ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകാറുണ്ട്. വിശ്വാസികൾ ഇതൊരു ഹോളി വാട്ടറായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങിയുടനെ ആ വഴി നമുക്ക് ആലപ്പുഴ ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആലപ്പുഴ ബീച്ച് ഞങ്ങൾ എത്തി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna തിരമാല പേടിച്ച് ഞാൻ പെട്ടെന്ന് അത്ര പ്രോപ്പറായിട്ട് എഴുതിയില്ല. ഞാൻ കുറേ അടുത്തായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പേര് എഴുതിയിട്ടു, പക്ഷെ അതൊന്നും റബ് ചെയ്യുന്നില്ല. ഇവിടെ നല്ലപോലെ തിരമാല അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഈ ആലപ്പുഴ ബീച്ച് വന്നത് തന്നെ. ബീച്ചിൽ ഞങ്ങൾ പോവാ, കാരണം ഇവിടെ നിൽക്കുന്ന ദൂരം ചൂട് കൂടിക്കൂടി വരുവാണ്. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് ഇപ്പം പോവാന്ന്. ഗൈസ്, ഇവിടെ നടക്കുമ്പോൾ ഒരു കേക്കിന് നടക്കുന്ന ഫീല് പോലെ ഇങ്ങനെ താന്നു പോവാ. അങ്ങനെ ബീച്ചിൽ ഞങ്ങൾ നേരെ വിട്ടത് എടത്തപ്പള്ളിയിലേക്കാണ്. എടത്തപ്പള്ളി ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അപ്പം ഞങ്ങൾ ആ പള്ളി ചെന്ന സമയത്ത് അവിടെ പെരുന്നാളിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ പെരുന്നാൾ കടയിലൊക്കെ വെറുതെ കയറിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു അവിടുത്തെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്ന സാധനങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടെ വഴിയൊക്കെ കുറേ നേരം നടന്നു, കാരണം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട്. പിന്നെ ആ കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു നൊസ്റ്റ് ഫീലിംഗ് ആയിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയത് ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെയാണ്, അതായത് കൊറോണ ഒക്കെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ബീച്ചിൽ പോയത്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. our hearts beat